ശ്രീ കെവിൻ പീറ്റർ, ഇത്തരത്തിൽ ജൂത വംശജർക്കെതിരെ കേരളത്തിൽ ഇത്തരത്തിലൊരു അപമാനം നേരിടുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. ഒക്ടോബർ 7 ഇസ്രായേലിലേക്കുള്ള പലസ്തീന്റെ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം നമ്മൾ കൊച്ചിയിൽ കണ്ടതാണ് ഒരു സംഭവം. ഓസ്ട്രിയൻ പൗരയായ ഒരു ജൂത വംശജയെ അങ്ങേയറ്റം അപമാനിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അവർ വളരെ കൃത്യമായി ടൂറിസം ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടു, ഇങ്ങനെ ഈ പലസ്തീൻ ഐക്യദാർഢ്യ ബാനർ ഇവിടെ ഉയർത്തിയിരിക്കുകയാണ്. ഊരും പേരുമില്ലാത്ത ഒരു ബാനറാണ് ഇത്. നാടിന് തന്നെ അപമാനമാണ്, ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ തന്നെ അപമാനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് അവിടെ നിന്നൊന്ന് എടുത്തു മാറ്റാൻ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായില്ല. അവർ ഒരു ദിവസം ആ പോസ്റ്റർ കീറിക്കളയുന്നൊരു സംഭവം ഉണ്ടായി. പിന്നീട് അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. ഒരു അന്താരാഷ്ട്ര കൊടും കുറ്റവാളിയെ കണക്കാക്കുന്നത് പോലെയാണ് നമ്മുടെ അതിഥിയെ ഇവിടുത്തെ പോലീസ് ട്രീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായത്. അതൊക്കെ അങ്ങയുടെ മനസ്സിലുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ സംഭവത്തെയും ചേർത്ത് വായിക്കേണ്ടത്. ശ്രീ കെവിൻ പീറ്റർ. തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ കുമളിയിൽ ആ വിഷയം ഉണ്ടാക്കിയ കാശ്മീരി ഇന്നുവരെ യഹൂദരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കശ്മീരികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ യഹൂദർ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ആ കശ്മീരി യുവാവിന് യഹൂദരോട്, ഇസ്രായേലികളോട് ഈ വിരോധം ഉണ്ടായത്? ഒന്ന് മാത്രമേ ഉള്ളൂ, അവരുടെ മതം. അപ്പൊ ഇത്തരം അമിത മത ചിന്താഗതി പുലർത്തുന്നവരെ, ഇത്ര തീവ്ര ചിന്താഗതി പുലർത്തുന്നവരെ നിലയ്ക്ക് നിർത്തുവാൻ ആ ഓരോ സ്ഥലത്തെയും സമൂഹങ്ങൾ തയ്യാറാവണം. അവർക്ക് ഒരു കാരണവശാലും ലോക്കൽ സപ്പോർട്ട് കൊടുക്കുവാൻ ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകളായാലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും, അത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആയാലും വ്യാപാരി വ്യവസായ സമിതി ആയാലും അതിന് തയ്യാറാവരുത്. അതുപോലെ തന്നെ നിലവിലുള്ള അവിടെ 50ഓളം, കൊറോണയ്ക്ക് ശേഷം 50ഓളം കടകൾ ഇപ്പോൾ നിലവിൽ ഉണ്ടെന്നാണ് അറിയുന്നത്. ആ കടകളിൽ കശ്മീരികളോടായാലും മറ്റ് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന് കച്ചവടം നടത്തുന്നവരോടായാലും നിങ്ങൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കണം. ഇല്ലായെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങൾ ഇനിയും ഉണ്ടാവും. കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞുവല്ലോ, തോപ്പുംപടിയിൽ അവരുടെ ഒക്ടോബർ 7 ഉറങ്ങിക്കിടന്നവരും നടന്നുപോയവരും ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നവരും പ്രസവിച്ച കുഞ്ഞുമായിട്ട് കിടന്നവരെ എല്ലാം നിഷ്കരണം കൊന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനയായ ഹമാസിന് വേണ്ടി ബാനർ വിചാരിച്ചപ്പോൾ രാജ്യസ്നേഹമുള്ളവർ, സ്വന്തം സഹോദരങ്ങളോട് സ്നേഹമുള്ളവരായ ആ യുവതികൾക്ക് പ്രതികരിക്കണം തോന്നി. അതിന്റെ പേരിൽ എന്താണ് അവിടെ സംഭവിച്ചത്? അവരെ വളഞ്ഞു വെച്ച് വിചാരണക്കിടയാക്കി. ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും ആ വിഷയം ചർച്ചയ്ക്കെടുത്തു. ഇന്ന് എത്ര മാധ്യമങ്ങൾ ഈ വിഷയം ഇവിടെയുണ്ട്? ജനൻ ടി വി അല്ലാതെ വേറെ ഏത് മാധ്യമമാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്? അതുപോലെ തന്നെ തോപ്പുംപടി പോലീസ് സ്റ്റേഷനകത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകളുടെ പ്രവർത്തകർ അകത്ത് കയറി മുദ്രാവാക്യം വിളിച്ചു അതിന്റെ തിണ്ണയിൽ കുത്തിയിരുന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് ആ സ്ത്രീകൾക്കെതിരെ കേസെടുപ്പിച്ചത്. അവരെ അറസ്റ്റ് ചെയ്ത് അവരെ 3-4 ദിവസത്തോളം അവർക്ക് റിസോർട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ, ഹോം സ്റ്റേയിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്തതിൽ അവർക്ക് അതിനകത്ത് ഇരുത്തേണ്ടി വന്നു. ഇപ്പോഴിതാ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഇവിടെ ഈ കേരളത്തിൽ എല്ലാവിധ ബിസിനസ്സുകളും ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങളെല്ലാം കൂടെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയിട്ടിരിക്കുകയാണ്. അവശേഷിക്കുന്ന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ടൂറിസം. ഇനി അതും കൂടെ മതഭ്രാന്തിന്റെ പേരിൽ ഇല്ലാതാക്കുക എന്ന് പറയുന്നതിന് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരുടെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇതുപോലുള്ള വ്യാപാരി വ്യവസായികളുടെ സംഘടനകൾ ഉൾപ്പെടെ നിരീക്ഷിക്കുകയും, അല്ലാതെ എല്ലാം ഇന്റലിജൻസിന് മാത്രം നിങ്ങൾ വിട്ടുകൊടുക്കല്ലേ. ഇന്റലിജൻസിന് എല്ലാ ദിവസവും രാവിലെ അവിടെ വന്ന് കസേരയിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നിങ്ങൾ ലോക്കലി ഉള്ളവരല്ലേ, നിങ്ങൾ ഒരു കാരണവശാലും അവരുടെ ഇത്തരം പ്രവർത്തികൾക്ക് സപ്പോർട്ട് കൊടുക്കരുത്. സപ്പോർട്ട് കൊടുക്കുന്നവർ ആരാണെന്നുള്ളത് അവരെ ഒറ്റപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം, അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഈ വിഷയത്തില് മറ്റൊരു രീതിയിലേക്ക് പോകാതെ എന്തുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ പെരുമാറേണ്ടി വന്നത് എന്നുള്ള കാരണം, യഥാർത്ഥ കാരണം, അവിടെ മതം മാത്രമാണ് പ്രശ്നം. അല്ലാതെ ഒരു യഹൂദനും കശ്മീരിയെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ തോപ്പുംപടിയിലെ ആ ഹമാസിന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചത് ആരെങ്കിലും ഇസ്രായേലുകൾ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആ പറയുന്ന തോപ്പുംപടിയിലും മട്ടാഞ്ചേരിയിലും ഇസ്രായേലികളുടെ പല ചരിത്ര അവശേഷിപ്പുകളും കാണാം. അവിടെ വൈദ്യുതി കൊണ്ടുവന്നത് പോലും ഒരു ഇസ്രായേലി ആയിരുന്നു, അല്ലേ? അതെ. ശ്രീ കെവിൻ പീറ്റർ, മതം മാത്രമാണ് ഈ വിഷയത്തിൽ പ്രശ്നമാകുന്നത്.